ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിലെത്തുന്ന സഞ്ചാരികൾക്ക് അടിയന്തര ഘട്ടത്തിൽ സൗജന്യ ചികിത്സ നൽകും. ഒമാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സൗജന്യ ചികിത്സ നൽകാൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ബോർഡ് ചെയർമാൻ സുൽത്താൻ ബിൻ സലീം അൽ ഹബ്സി ഉത്തരവിറക്കി. കര, കടൽ, വ്യോമ അതിർത്തികൾ വഴി വരുന്ന വിദേശ സഞ്ചാരികൾക്കെല്ലാം അടിയന്തര ചികിത്സാ സംവിധാനം ഉപയോഗപ്പെടുത്താനാവും. സന്ദർശകർക്ക് ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച് ഇതുവഴിയാണ് ചെലവുകൾ വഹിക്കുക. ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രസിഡന്റ്, ഡെപ്യൂട്ടി അംഗങ്ങൾ, സെക്രട്ടറി എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയാകും ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 3 വർഷമായിരിക്കും കമ്മിറ്റിയുടെ കാലയളവ്. ആരോഗ്യ പരിചരണ സഹായത്തിനുള്ള അഭ്യർത്ഥനകൾ കമ്മിറ്റി പഠിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും. ചികിത്സയിൽ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതും കമ്മിറ്റിയായിരിക്കും. സന്ദർശകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് പരിധി തീർന്നുപോയാൽ പോളിസി കാലഹരണപ്പെടൽ, ഇൻഷുറൻസ് രേഖയുടെയോ യാത്രാരേഖയുടെയോ അഭാവം എന്നിവയും കമ്മിറ്റി വഴി പരിഹാരം കാണും. ഒമാനിൽ 3 മാസത്തിൽ താഴെ താമസിക്കുന്ന GCC പൗരന്മാരും ഒമാൻ സന്ദർശിക്കുന്ന പ്രത്യേക പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളും ഔദ്യോഗിക സ്ഥാപനങ്ങൾ മുഖേന ക്ഷണിക്കപ്പെട്ട കായിക സാംസ്കാരിക ക്ലബ്ബുകളിലെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരെ ഈ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഒമാനിലെത്തുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. GCCക്ക് പുറത്തു നിന്നുള്ളവരിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ. ഈ വർഷവും വലിയ തോതിൽ വർധനയാണ് സഞ്ചാരികളിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ചികിത്സാ സഹായത്തിന് ആവശ്യമായ രേഖകൾ, സന്ദർശന വിസ, സന്ദർശകൻ്റെ ആശുപത്രി സേവനം, ആവശ്യമായി വന്ന അടിയന്തര ആരോഗ്യ സ്ഥിതിയുടെ തെളിവുകൾ, അടിയന്തര ചികിത്സാ ചെലവുകൾ നൽകാൻ സന്ദർശകന് കഴിവില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ എന്നിവ സൗജന്യ ചികിത്സ ലഭിക്കാൻ സമർപ്പിക്കേണ്ടതാണ്. പരമാവധി 5000 റിയാലായിരിക്കും സഹായം ലഭ്യമാക്കുക. അപേക്ഷകർക്ക് നൽകുന്ന സഹായത്തുക സംബന്ധിച്ച കമ്മിറ്റി അന്തിമ തീരുമാനം കൈക്കൊള്ളും. അപേക്ഷകരുടെ മുൻഗണന അനുസരിച്ചായിരിക്കും സഹായം വിതരണം ചെയ്യുക. മതിയായ പണം ലഭ്യമായില്ലെങ്കിൽ കമ്മിറ്റി സഹായ വിതരണം നിർത്തിയേക്കാമെന്നും ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അറബ് ലോകത്തെ വിദ്യാർത്ഥികൾക്കായി സൗദി സ്പേസ് ഏജൻസി സംഘടിപ്പിക്കുന്ന മതക് മത്സരത്തിന് അപേക്ഷിക്കാനുള്ള അവസാന സമയം നാളെ. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇത് സംബന്ധിച്ച നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. സ്പേസ് സയൻസിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് താൽപ്പര്യമുണ്ടാകുവാനും ഈ മേഖലയിലെ ഗവേഷണവും നൂതനത്വവും ശക്തിപ്പെടുത്താനുമാണ് സൗദി സ്പേസ് ഏജൻസി മത്സരം സംഘടിപ്പിക്കുന്നത്. 6-നും 18-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. വിജയിക്കുന്നവർക്ക് 5 ലക്ഷം സൗദി റിയാലും ബഹിരാകാശ യാത്രയുമാണ് സമ്മാനം. ഈ വർഷം അവസാനം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് വിജയിക്കുന്നവരെ കൊണ്ടുപോവുക. 3 വിഭാഗങ്ങളിലായാണ് മത്സരം. 6 മുതൽ 11 വരെ വയസ്സുള്ളവർക്ക് ആർട്സ് ട്രാക്കിലും, 12 മുതൽ 14 വരെ പ്രായമുള്ളവർക്ക് ബോട്ടണി ട്രാക്കിലും, 15 മുതൽ 18 വരെ പ്രായമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് ട്രാക്കിലും മത്സരിക്കാം. സൗദിയുടെ പ്രഥമ വനിതാ നഗനചാരിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 14 പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത റയാന ബർണാവിയാണ് മത്സരത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. മിസ്ക് ഫൗണ്ടേഷനും ഇൽമി സയൻസ് ഡിസ്കവറി ആൻഡ് ഇന്നോവേഷൻ സെൻറ്ററും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഭാഗമായാണ് മത്സരം. കണ്ടുപിടുത്തത്തിൻ്റെയും നൂതനത്വത്തിൻ്റെയും യാത്രയിൽ പങ്കെടുക്കാൻ അറബ് ലോകത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അസുലഭ അവസരമാണിതെന്ന് ബർണാവി പറഞ്ഞു. വിദ്യാർത്ഥികളിലെ ശേഷിയും നിപുണതയും വളർത്തുകയാണ് മത്സരത്തിൻ്റെ ലക്ഷ്യം. ചെടിയുടെ വളർച്ചയിൽ സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൻ്റെ ആഘാതം പഠിക്കുന്നതിൽ കേന്ദ്രീകരിച്ചുള്ള പരീക്ഷണമാണ് മത്സരത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നടത്തേണ്ടത്. ഇതിലൂടെ വിമർശനാത്മക വിശകലന ചിന്തയും പ്രശ്നപരിഹാര കഴിവും വർദ്ധിക്കും. സൂക്ഷ്മ ഗുരുത്വാകർഷണ പരിസ്ഥിതിയിലായിരിക്കും പരീക്ഷണങ്ങൾ. ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം വഴിയാണ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്നത്. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നബീൽ അൽ ഹബ്സി 97890956. മറ്റൊരു നമ്പർ മുഹമ്മദ് അൽ ബുസൈദി 92262449. മുസന്തമിൽ 20 പ്രവാസികൾ അറസ്റ്റിൽ. ഒമാനിലെ മുസന്തം ഗവർണറേറ്റിൽ കടൽ വഴി കടത്തിയ വൻതോതിൽ മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 9 ബോട്ടുകളിലായി കടത്തിയ മയക്കുമരുന്നുകളാണ് കണ്ടുകെട്ടിയത്. വ്യത്യസ്ത സംഭവങ്ങളിലായി 20 പ്രവാസികളെ പോലീസ് പിടികൂടി.
ഏഷ്യൻ രാജ്യക്കാരാണ് അറസ്റ്റിലായവർ. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. ഗസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടതായി റിയാദിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗം അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര സഹകരണം, വളർച്ച, വികസനത്തിനുള്ള ഊർജം എന്ന പ്രമേയത്തിലാണ് യോഗം നടക്കുന്നത്. ഒമാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക, കായിക, യുവജന മന്ത്രി സെയ്ദ് ദിയാൻസിൻ ബിൻ ഹൈതം അൽ സയ്ദ് ആണ് പങ്കെടുത്തത്. റിയാദിൽ ഫോറം ഇന്ന് സമാപിക്കും. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും വിവിധ മേഖലകളിലെ പ്രമുഖരും ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ മഴ, ആലിപ്പഴ വർഷവും. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും. തലസ്ഥാനത്തുൾപ്പെടെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. റുസ്താക്ക്, സമയിൽ, സുബൈക്ക്, ജലാൻബാനി, ബുവലി, ഖാബൂറ, വർക്ക, അമിറാത്ത്, നക്കൽ, സൂഹാർ, ഖുറിയാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ചിലയിടങ്ങളിൽ നേരിയ മഴ പെയ്തു. തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, ദാഖിലിയ, വടക്കൻ ഷാർക്കിയ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പെയ്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകി. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ഇത്തരം സ്ഥലങ്ങളിൽ വാഹനവുമായി റോഡിലിറങ്ങുന്നവരെ നിയന്ത്രിച്ചും വരും ദിവസങ്ങളിലും മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ രാജ്യത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മെയ് 2 മുതൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒമാൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകി. വടക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ആലിപ്പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും. മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശിക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം വരും ദിവസങ്ങളിലും തുടരും. ഒമാൻ തീരത്ത് കടൽ പ്രക്ഷുബ്ധമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും കടൽ തീരത്ത് പോകുന്നവരും ജാഗ്രത പുലർത്തണം. വീടുകളിൽ മോഷണം, വിദേശികൾ അറസ്റ്റിൽ. ഒമാനിലെ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സംഭവം. ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. വീടിനുള്ളിൽ ചൂടുവെള്ള ഉറവ, അത്ഭുത പ്രതിഭാസം ഇബ്രയിൽ. വീടിന്റെ താഴത്തെ നിലയിൽ നിന്നും വരുന്ന ചൂടുവെള്ള ഉറവ എന്ന പ്രതിഭാസത്തിന്റെ ഞെട്ടലിലാണ് ഇബ്രയിലെ ജെറൂഫ് അൽ നഹദി എന്ന പ്രദേശവാസി. അടുത്തയിടെ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് തൻ്റെ വീട്ടിൽ ഈ പ്രതിഭാസം ദൃശ്യമായി തുടങ്ങിയതെന്ന് ഇദ്ദേഹം പറയുന്നു. ഇന്നും നിലയ്ക്കാതെ ഇത് തുടരുകയാണ്. വീട്ടിൽ നിന്നും പ്രത്യേകം പൈപ്പ് വെച്ചാണ് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കുന്നത്. വീടിന് സമീപത്ത് വാദിയോ മറ്റ് ജലാശയങ്ങളോ ഇല്ലെന്നും മാത്രമല്ല, അർദ്ധപർവ്വത പ്രദേശമാണ് ഇവിടം. ഹാളിൻ്റെ അടിയിൽ നിന്നും വെള്ളം ഉയർന്നതും ദിവസേന വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷങ്ങളിൽ കനത്ത മഴയടക്കം നിരവധി പേമാരികളും മറ്റും റിപ്പോർട്ട് ചെയ്യുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞു കവിയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വീട്ടിനുള്ളിലെ ഉറവ സംഭവിച്ചിട്ടില്ലെന്നും അൽ നഹദി പറയുന്നു. നഗരസഭ നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും മാപ്പുകളും പാലിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് കുഴിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെയോ കിണറിൻ്റെയോ പഴയ ഫലജിൻ്റെയോ അടയാളമോ മറ്റോ ഉണ്ടായിട്ടുമില്ല. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് നഗരസഭയിൽ നിന്നും വിദഗ്ധർ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു. 1.5 മീറ്റർ ആഴത്തിലാണ് അടിത്തറയുള്ളത്. ഇതുമാത്രമല്ല, സമീപത്തെ ഒരു വീടിനെയും ഇത്തരമൊരു പ്രതിഭാസം ബാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വീടിനകത്തെ ചൂടുവെള്ള ഉറവ കണ്ടപ്പോൾ മഴയെ തുടർന്നാണെന്നാണ് കരുതിയത്. വാദിയും നിലച്ചാൽ തറയിൽ നിന്നുമുള്ള ഉറവയും നിലയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ദിവസം കഴിയുന്തോറും ഉറവയിൽ നിന്നുള്ള ജലത്തിൻ്റെ അളവ് ഉയരുകയായിരുന്നു. ഇത് 1.5 മീറ്റർ വരെ ഉയരത്തിലെത്തി. ചൂടുവെള്ളമാണ് ഉറവയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായി വീടിനകത്തേക്ക് ഉറവയിൽ നിന്നുള്ള വെള്ളം കയറുന്നത് തുടരുകയാണ്. വീടിനുള്ളിലെ വെള്ളം പുറത്തേക്ക് കളയുന്നത് ചെറിയ പമ്പുകൾ സ്ഥാപിച്ചെങ്കിലും ഇവ മതിയാകാതെ വന്നപ്പോൾ കൂടുതൽ ശക്തിയുള്ള പമ്പുകൾ ഉപയോഗിക്കുകയാണിപ്പോൾ. പക്ഷേ ജലനിരപ്പ് കുറയുന്നില്ലെന്ന് മാത്രമല്ല, വെള്ളത്തിൻ്റെ ചൂട് കൂടുകയും ചെയ്തതായി ജെറൂഫ് അൽ നഹദി പറഞ്ഞു. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.